എല്ലാവർക്കും ഡോണ കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് വെളുത്തുള്ളി അച്ചാറാണ്. ഇതിനു മുമ്പ് ഞാൻ 2 അച്ചാറുകൾ ഇട്ടിട്ടുണ്ട്, മാങ്ങ അച്ചാർ, നാരങ്ങ അച്ചാർ. അപ്പം ഇത് അടുത്ത ഒരു അച്ചാറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. 1/4 കിലോ വെളുത്തുള്ളി ഞാൻ 2 ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ നിങ്ങൾ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, അങ്ങനെ തന്നെ ഇട്ടാൽ മതി. അപ്പോൾ നമുക്ക് രുചികരമായിട്ട് അച്ചാർ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അച്ചാർ ഉണ്ടാക്കാനായിട്ട് എപ്പോഴും നല്ലെണ്ണയാണ്, എള്ളെണ്ണ അല്ലെ നല്ലെണ്ണയാണ് ഉപയോഗിക്കാറുള്ളത്. നമുക്കപ്പോൾ ഒരു പാനിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഇച്ചിരി കൂടുതൽ വേണം അച്ചാറിന്, എന്നാലും അച്ചാർ കുറച്ച് നാളത്തേക്കൊക്കെ നിൽക്കത്തെങ്കിൽ എണ്ണ ഇച്ചിരി കൂടുതൽ വേണം. എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇത് 1 ടീസ്പൂൺ കടുകുണ്ട്. നമുക്കിതിലോട്ട് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഒരു 5 വറ്റൽമുളക് 2 ആയിട്ട് കട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. കറിവേപ്പില. ഇനി ഇതിലോട്ട് ഒരു മീഡിയം സൈസ് ഇഞ്ചി ഇട്ട് കൊടുക്കുകയാണ്. ഇഞ്ചി നിങ്ങൾക്ക് ചെറുതായിട്ടോ നീളത്തിലോ ഒക്കെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് വഴറ്റണം. ഈ ഒരു മീഡിയം തീയിൽ ഇടുക. കറിവേപ്പിലയൊക്കെ ആവശ്യത്തിന് ഇടുക, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടുക. ഞാൻ എല്ലാ അച്ചാറും 2 അച്ചാർ, മാങ്ങ അച്ചാർ, നാരങ്ങ അച്ചാർ ഉണ്ടാക്കിയപ്പോൾ ഞാൻ ഡ്രൈ ആയിട്ടാണ് അച്ചാർ ഉണ്ടാക്കിയേക്കുന്നത്. അതാണ് എനിക്കിഷ്ടം. ഞാൻ പക്ഷേ ഇത് ഇച്ചിരി ചാറായിട്ട് ലൂസായിട്ടാണ് ഈ അച്ചാർ ഞാൻ ഉണ്ടാക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ഇഷ്ടം. ചിലർക്ക് കുറുകിയ അച്ചാറാണ് ഇഷ്ടം, ചിലർക്ക് ഇച്ചിരി ചാറ് വേണം. അപ്പം ഞാനിന്ന് ഇച്ചിരി ചാറായിട്ടാണ് ഇതുണ്ടാക്കുന്നത്. ഇതിപ്പം നമ്മുടെ വെളുത്തുള്ളി നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുവാണ്. തീ വളരെ സിമ്മിലിടുക. 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തു. രണ്ടര ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ ഇതിലോട്ട് ഞാൻ ഒരു 1/4 ടീസ്പൂണോളം ഉലുവ പൊടിച്ചത്. ഉലുവ ഡ്രൈ ആയിട്ട് ഉലുവ നന്നായിട്ട് വറുത്തിട്ട് പൊടിച്ചതാണിത്. ഉലുവയൊക്കെ ഇങ്ങനെ പൊടിച്ച് വെക്കുന്നത് നല്ലതാണ്. അച്ചാർ ഉണ്ടാക്കുമ്പോഴാണ്, മീൻകറി ഉണ്ടാക്കുമ്പോഴാണൊക്കെ ഉലുവ നമുക്ക് ചേർത്താം. 2-3 മിനിറ്റ് നന്നായിട്ട് വഴറ്റണം. ഇതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂണോളം വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്. വിനാഗിരിയൊക്കെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് യൂസ് ചെയ്യുക. കായപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. കായം ഉലുവയൊക്കെ ഒരു 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഉപ്പിട്ട് കൊടുത്തിട്ടില്ലായിരുന്നു, ഉപ്പിടുവാണ്. എല്ലാം കുറച്ച് ചേർക്കുക, കാരണം കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീണ്ടും രണ്ടാമത് വേണമെങ്കിൽ ഇതൊക്കെ ഉപ്പാണിലൊക്കെ ചേർക്കാം. അതേ സമയത്ത് കൂടി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ഞാൻ ഇതിലോട്ട് ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളം ചേർക്കുവാണ്. അതോടൊപ്പം തന്നെ ശർക്കരയും ചേർക്കുവാണ്. വെളുത്തുള്ളി അച്ചാറിന് ശർക്കര ചേർത്താൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റാണ്. ശർക്കര ഇഷ്ടമില്ലാത്തവർ ചേർക്കേണ്ട, പക്ഷെ ചേർത്തൊന്നും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ, വളരെ നല്ല ടേസ്റ്റാണ്. ഇനി ഇപ്പോൾ തീ ഒരു ഹൈ ഫ്ലെയിമിൽ ഇടുക. ഇതൊന്ന് നന്നായിട്ട് തിളക്കട്ടെ. ഒരു ചെറിയ കഷ്ണം ശർക്കര ഇട്ടാൽ മതി. അച്ചാറുണ്ടാക്കി ഒരാഴ്ച കഴിയുമ്പോഴാണ് അച്ചാറിന് വളരെ നല്ല ടേസ്റ്റ് ഉണ്ടാകുകയുള്ളൂ. അപ്പം ഞാൻ തീ ഓഫ് ചെയ്തു. ഒരിക്കലും അച്ചാർ ഇടുന്നത് പ്ലാസ്റ്റിക് കുപ്പിയിൽ ഇടരുത്, നല്ല കുപ്പി പാത്രത്തിൽ ഇടാവുള്ളൂ. അത് നന്നായി തുടച്ചതിന് ശേഷം മാത്രമേ നിങ്ങളത് ഇടാവുള്ളൂ. അതുപോലെ നനഞ്ഞ സ്പൂണൊന്നും ഇടരുത്. നനഞ്ഞ സ്പൂൺ കൊണ്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അച്ചാർ പെട്ടെന്ന് കേടായിപ്പോവും.
ചിലർ ഈ അച്ചാർ ഫ്രിഡ്ജിൽ വെക്കാറുണ്ട്, പുറത്ത് വെക്കാറുണ്ട്. ഞാൻ എപ്പോഴും പുറത്താണ് വെക്കാറുള്ളത്. എൻ്റെ അച്ചാർ അങ്ങനെ കേടായിട്ടൊന്നുമില്ല. എനിക്ക് പേഴ്സണലി ഈ ഡ്രൈ അച്ചാറാണ് ഭയങ്കര ഇഷ്ടം. ഇന്നിപ്പം ഞാൻ ആൾക്കാരുടെ ഒരുപാട് പേര് ഡ്രൈ അച്ചാർ ഉണ്ടാക്കിയപ്പോൾ ഒത്തിരി പറഞ്ഞു ഇച്ചിരി ലൂസായിട്ട് അച്ചാർ ഉണ്ടാക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇച്ചിരി ലൂസാക്കി അച്ചാർ കാണിക്കുന്നത്. ചൂടുവെള്ളം ഒഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഉപയോഗിക്കുന്ന രീതി നന്നായിട്ട് സൂക്ഷിച്ചാൽ അച്ചാർ കേടുകൂടാതെ കുറേ നാളായിട്ട് ഉപയോഗിക്കും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ അച്ചാർ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തു. ഞാനിപ്പം ഇതൊന്ന് രുചിച്ച് നോക്കട്ടെ. അടിപൊളിയായിട്ടുണ്ട്. ശർക്കരയൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ട് വളരെ നല്ല ഒരു ടേസ്റ്റ് ഉണ്ട്. ശർക്കര ഇട്ടാണ് ഞാൻ വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഇട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്കും തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. അപ്പം വെളുത്തുള്ളി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. കാരണം നമ്മൾ പുറത്തുനിന്നൊക്കെ മേടിക്കാതെ തന്നെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഇത് അച്ചാർ ഉണ്ടാക്കി സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഒരു റെസിപ്പിയായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.